എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് ഒരു ബോട്ട് വിസിറ്റ് പോവുകയാണ്. 3 മണിക്കൂർ നേരം. അത് ഒരു ദേശാടന പക്ഷിയായ താലിപ്പരുന്തിനെ കാണാനാണ് പോകുന്നത്. അപ്പം അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അപ്പം ഞങ്ങളുടെ വർക്ക് ഏരിയയിൽ നിന്ന്, വർക്ക് പ്ലേസിൽ ITOയിൽ നിന്ന് ഞങ്ങൾ കുറേ സ്റ്റാഫുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പം മറ്റ് വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. അപ്പം ഞങ്ങൾ ജസ്റ്റ് ബോട്ടിൽ കയറിയതേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് കയറിയ ഉടനെ സാൻഡ്വിച്ച് തന്നിട്ടുണ്ട്. അതെല്ലാവരും കഴിക്കുന്ന തിരക്കിലാണ്. അപ്പം അങ്ങ് ചെന്ന് വിസിറ്റ് ചെയ്ത് കാണാം. 3 മണിക്കൂർ നേരമുണ്ട്. അപ്പം നമുക്ക് ആ സമയത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഓരോ കാര്യം. കാലാവസ്ഥ അത്ര നല്ലതല്ല എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. മഴ പെയ്യാതിരുന്നാൽ മതി. ഇന്ന് ഹോട്ട് ഡേ അല്ലെന്നറിയാം. എങ്കിലും നല്ല കാറ്റുണ്ട്, അതുപോലെ തന്നെ നല്ല തണുപ്പുമുണ്ട്. ഞങ്ങൾ റെയിൻ കോട്ടൊന്നും എടുത്തിട്ടില്ല. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. എത്രത്തോളം ആവും നോക്കാം. പിന്നെ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ അവർ ബൈനോക്കുലർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് നേരിട്ട് കാണാനോ ക്യാമറയിൽ എടുക്കാനോ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം എത്രത്തോളം പറ്റുന്നോ അതെടുക്കാം. പിന്നെ ഈ ക്യാമറ തന്നതുകൊണ്ട് അതിൽ കൂടെ കാണാൻ പറ്റുള്ളെന്നാണ് വിശ്വാസം. അങ്ങനെയാകുമ്പം എനിക്ക് നിങ്ങളെ ബേർഡ് വന്ന് ഫിഷ് എടുക്കുന്നതും കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുക്കുന്നതും ഒന്നും കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ നമുക്ക് കാണാം എന്താ സംഭവിക്കുന്നതെന്ന്. ഇപ്പം ഇവർ അങ്ങ് അടുക്കാറാകുമ്പം അവർ പറയും, ഓരോ ഇൻസ്ട്രക്ഷൻ. അവിടെ ഗാർഡുണ്ട്. അപ്പോൾ അവർ 2-3 പേരുണ്ട്. അവർ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഏത് സൈഡിലാണ് അത് വരുന്നത്, ലെഫ്റ്റാണോ റൈറ്റാണോ ഏത് കോർണറാണോ അവരവിടെ നിന്ന് കാണിക്കും. അതനുസരിച്ച് നമ്മൾ ഇത് ബൈനോക്കുലർ വെച്ച് നമ്മൾ കാണണം എന്നാണ് അവരവിടുന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ഇതിൻ്റെ അകത്തുള്ളതെല്ലാവരും അപ്പച്ചന്മാരും അമ്മച്ചിമാരും അവരൊക്കെയാണ്. ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് പേരേ ഉള്ളൂ മിഡിൽ ഏജിലായിട്ടുള്ള. ബാക്കിയെല്ലാം ഓൾഡ് ഏജാണ്. അവർക്കിത് കാണാനും, നമ്മുടെ നാട്ടിലിങ്ങനെ പരുന്തുകളൊക്കെ പറക്കത്തില്ലേ, അപ്പം ഇത് മലങ്കാക്കയൊക്കെ പറക്കും. നമ്മളാരെങ്കിലും നോക്കി നിൽക്കുമോ? ഇല്ല. പക്ഷേ ഇവിടെ ഇതൊക്കെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻസാണ് ഇവർ ഇതിനൊക്കെ കൊടുക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് അത് കാണുക മാത്രമല്ല, നമുക്കൊരു ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് എല്ലാവരും കൂടി ഒരു 2-3 മണിക്കൂർ നേരത്തേക്കൊരു യാത്ര, അത്രേ നമ്മൾ നോക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ ഇത് ചാരിറ്റി ആയിട്ട് പ്രോജക്റ്റായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവരാ കുറഞ്ഞ പൈസ വെച്ച് ഇത് ചെയ്യുന്നത്. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാം. അതിൽ ഒരു മനുഷ്യൻ അവിടെ നിന്നെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും അത് കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം എപ്പോഴാണ് നമുക്കത് കാണണമെന്നോ ആ ബേർഡ് വരുന്നതെന്നോ നമ്മളതെടുത്ത് വെക്കണം, എന്നാലേ കാണാൻ പറ്റുള്ളൂ. പിന്നെ അയാൾ കുറേ ഫണ്ണൊക്കെ പറയുന്നു, എല്ലാവരും ഇരുന്ന് ചിരിക്കുന്നു. അങ്ങനെ 3 മണിക്കൂർ കൊള്ളിക്കണ്ടേ. അപ്പം അതിനോടിടയ്ക്ക് താഴെ നമുക്ക് പോയി കോഫി കുടിക്കുകയോ പോകേണ്ടവർക്ക് പോകാം. അതിൻ്റെ താഴെ തന്നെ കോഫിയുണ്ട്. അപ്പോൾ അതും ഞങ്ങളുടെ അറിയുന്നവർ റെക്കമെൻഡ് ചെയ്ത് വന്നതുകൊണ്ട് ഞങ്ങൾക്കതൊക്കെ ഫ്രീ ആയിട്ടാണ് തന്നത്. കയറിയപ്പോൾ സാൻഡ്വിച്ചും ഇപ്പോൾ അതിനിടയ്ക്കുള്ള കോഫിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. വേണമെന്നവർ പോവുക, അല്ലാത്തവർ ഇവിടെ തന്നെ ഇരിക്കാം. താഴെയാണേലും നല്ല വ്യൂ ഉണ്ട്. അത് കാണിക്കാൻ കുറച്ച് കഴിയുമ്പം താഴോട്ട് പോകാൻ അവർ പറയുമല്ലോ. ആ ബേർഡ്സിനെ കണ്ടു കഴിയുമ്പം പിന്നെ നമ്മുടെ തിരിച്ചു വരവല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് താഴെ പോയിരിക്കാമല്ലോ, കാണാം. നല്ല കാറ്റുണ്ട്. അതുപോലെ തന്നെ ഇതിനിടയ്ക്കൊരു മഴ പെയ്തുകൊണ്ടാണ് ഞാൻ ക്യാപ്പും ഇതൊന്നും കൊണ്ടുപോയില്ല. അപ്പോൾ അവിടെ എൻ്റെ ഒരു ക്യാപ്പ് എടുത്ത് തലയിൽ വെച്ചതാണ്. അത് പറന്നു പോയത് സമയം വേണേലും അത് പറന്നു പോകാം. നല്ല മഴയായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും എല്ലാം നല്ല ക്ലെവറായിരുന്നു. അവർ റെയിൻ കോട്ടും ജാക്കറ്റും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മളിതൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇല്ലെങ്കിൽ നമുക്ക് താഴെ പോയിരിക്കാമായിരുന്നു. അത്രയും അങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്തില്ല അങ്ങ് പോയിരിക്കണം. അതുകൊണ്ട് നനഞ്ഞ കോഴിയെ പോലെ ഞങ്ങളവിടെ ഇരുന്ന് മുഴുവനും മഴ നനഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അടുത്ത ഒരു ഫണ്ണുണ്ടായിരുന്നു. ആ ഫണ്ണ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരോടും
ബൈനോക്കുലർ, സോറി ഞാൻ ചിരിച്ചുകൊണ്ട് പറയുന്നതാണ്, ബൈനോക്കുലർ എടുത്ത് വെക്കാൻ പറഞ്ഞു. ഞാനും എടുത്തു വെച്ചു. അവസാനം ഞാൻ നോക്കുമ്പോൾ നല്ലൊരു റെഡ് എന്തോ സാധനം കാണുന്നുണ്ട് അതിൽ കൂടെ. അപ്പം ഞാൻ വിചാരിച്ചു ഇവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ കാണുമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ എന്തോ റെഡ് ഇങ്ങനെ കണ്ടപ്പം ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ഫ്രണ്ടിനോട് പറഞ്ഞു, തേടി ഒരു റെഡ് സാധനം കാണുന്നുണ്ടെന്ന്. അപ്പോൾ എന്നാൽ ഞാൻ ആ ക്യാമറ മാറ്റി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അടുത്തിരുന്ന് അപ്പച്ചൻ്റെ ചെവിയായിരുന്നു. അയ്യോ, അങ്ങനെ ഒരു ഫണ്ണുണ്ടായി. അത് ശരിക്കും അതിൻ്റെ പൊസിഷൻ അവരാ പറയുന്നത്, മാർച്ച് പാസ്റ്റ് പറയുന്ന പോലെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, എല്ലാവരും ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് തിരിയും, റൈറ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് തിരിയും. അപ്പച്ചന്മാരൊക്കെ കണ്ടിട്ടാണോ കാണായിട്ടാണോ എന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ഇരുന്ന കുറേ ഫണ്ണായിരുന്നു. ഇത് കണ്ടില്ലേ, ചുമ്മാ ക്യാമറ മൂക്കിലും കണ്ണിൽ വെക്കുന്നുണ്ടോയെന്ന് തന്നെ അറിയത്തില്ല, വായിലും മൂക്കിലും ഒക്കെയാ ചിലർ വെച്ചിങ്ങനെ ചുമ്മാ ഒരു സ്റ്റൈലിനങ്ങ് വെച്ച് കാണുന്നു, ഒന്നിനെയും കാണുന്നൊന്നുമില്ല. അവസാനം ഞാൻ ഒരു പ്രാവശ്യം കണ്ടു, അത് പറന്ന് വന്ന് പെട്ടെന്ന് വെള്ളത്തിലോട്ട് താഴ്ന്ന് വലിയൊരു ഫിഷിനെ കിട്ടി. അത് എടുത്തുകൊണ്ട് പോയി അവരുടെ കുഞ്ഞുങ്ങളുടെ കൂടെ അവിടെ ഉണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. അത് വെബ് ഇങ്ങനെ വളരെ പബ്ലിക്കിലാണേലും വളരെ പ്രൈവറ്റ് ഏരിയയിലാണ്. നമുക്കിങ്ങനെ നേരെ നോക്കിയാലോ ക്യാമറയിൽ കൂടെ നോക്കിയാലോ സൂം ചെയ്താലോ ഒന്നും കാണാൻ പറ്റത്തില്ല. അത് ഈ ബൈനോക്കുലറിൽ കൂടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അത് ഫീഡ് കൊടുക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ക്യാമറയെല്ലാം മാറ്റി വെച്ച് നമ്മൾ നല്ല വ്യൂ ഉള്ള വീഡിയോസൊക്കെ ഞാനങ്ങ് പിടിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും തന്നെ മഴ നനഞ്ഞ്, കുറേ പേരൊക്കെ മഴ നനഞ്ഞാലും അതൊരു എൻ്റർടൈൻമെൻ്റായിട്ട് കണ്ട് അവിടെ തന്നെ ഇരുന്നു ആസ്വദിച്ചു. അങ്ങനെ ഞങ്ങൾ താഴേക്ക് കുറച്ച് നേരം പോയിരുന്നു. ഇപ്പം ഇതാ അതിൻ്റെ ആ ഗൈഡ് ആൾക്കാർ വന്ന് 2 പേര് വന്ന് ഈ താലിപ്പരുന്തിൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാമല്ലോ, അതിൻ്റെ കളറും ചിറകും അതിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുവാണ്. നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് അതിൻ്റെ ഒറിജിനലായിട്ടുള്ള താലിപ്പരുന്തിനെ നമുക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റത്തില്ല. കാരണം അത് ഞാൻ പറഞ്ഞല്ലോ, ക്യാമറയിൽ കൂടെ കാണാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ശാസ്ത്രനാമം പാൻറ്റിയോൺ ഹാലിയേറ്റസ് എന്നാണ് പറയുന്നത്. ഇത് കടലിലും കായലിലും വലിയ ജലാംശങ്ങൾ, ജലസംഭരണികൾ എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇംഗ്ലീഷിൽ ഇതിനെ എന്തെന്ന് ഹാർക്ക് എന്നും ഫിഷ് ഏഗിൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് അന്റാർട്ടിക്കയിലും വടക്കേ അമേരിക്കയുടെ ചില ഭാഗങ്ങളിലും ഒഴികെ ലോകത്തിൻ്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും താലിപ്പരുന്തിനെ കാണാമെന്നാണ് പറയുന്നത്. ഇത് മത്സ്യങ്ങളെ കൂടുതലായും ഭക്ഷണമാക്കുന്നതുകൊണ്ട് ഇതിനെ മീൻപിടിയൻ പരുന്തെന്നും അറിയപ്പെടാറുണ്ട്. നമ്മുടെ നാട്ടിൽ എന്താണ് ഈ കാക്കയും പരുന്തും ഇതൊക്കെ പറന്നു പോയാൽ നമ്മൾ നോക്കുവോ? ഇല്ല. ഇവിടെ പക്ഷേ ഇതിനെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിത് അതിലൂടെ നോക്കുമ്പം ഞാൻ ഒരു പ്രാവശ്യം കണ്ടു, ഒന്നല്ല 2 പ്രാവശ്യം കണ്ടു. ശരിക്കും അത് വന്ന് കടലിൽ താഴ്ന്ന് പെട്ടെന്ന് പമ്മി എടുത്തുകൊണ്ട് പോകുന്നത് കാണാം. എടുത്തുകൊണ്ട് പോയി അതിന് 2 കുഞ്ഞുങ്ങളാണ്, ആ കുഞ്ഞുങ്ങളുടെ അടുത്ത് കൊണ്ട് കൊടുക്കുന്നത് നമുക്ക് കാണാം. അതാണ് ഇവരുടെ ഭക്ഷണം. ഇവർ മെയിനായിട്ട് മീൻ മാത്രമാണ് ഇവർ കഴിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്. ഒത്തിരി പേര് കണ്ടു, കുറേ പേരൊന്നും കണ്ടില്ല. നല്ല കാറ്റും തണുപ്പും ഒക്കെ ആയതുകൊണ്ട് ആർക്കും നിൽക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ കഴിഞ്ഞപ്പം ഇതിന് താഴെ പോയാലും നല്ല വ്യൂ ആണ്. അപ്പോൾ അവിടെ പോയിരുന്നു. അവിടെ നമുക്ക് ഇഷ്ടമുള്ള കോഫിയോ ടീയോ അതെല്ലാം നമുക്ക് സ്റ്റാഫ് റെക്കമെൻഡ് ചെയ്ത് പോയതായതുകൊണ്ട് നമുക്കതെല്ലാം ഫ്രീ ആയിരുന്നുകൊണ്ട് നമ്മളെല്ലാം അവിടെ ഇരുന്ന് കഴിക്കുകയും കുടിക്കുകയും അവിടെ ഇരുന്ന് കാഴ്ച കണ്ട് ആസ്വദിക്കുകയായിരുന്നു. കാരണം ഇത് 3 മണിക്കൂറുണ്ടല്ലോ, നമുക്കൊന്ന് എത്തിപ്പിടിക്കണ്ടേ. അപ്പം ഞാൻ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയുണ്ട് കുറേ
രണ്ട് മണിക്കൂറോളം ഉണ്ട്. അപ്പം ഞങ്ങൾ ബാക്കിയുള്ളതൊക്കെ കണ്ട് ആസ്വദിക്കട്ടെ. അപ്പോൾ ഈ കൂടെ നിങ്ങളും ഇത് കണ്ട് എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം, ഇത് മുഴുവൻ കാണണം. അപ്പം നിങ്ങൾക്കും ഈ കൂടെ കാണാമല്ലോ. അപ്പോൾ എൻഡിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ? അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ ബൈ. It's been too long now. I think that I want a second guess you, a second guess me, a second guess them. Don't second guess me. Live in the moment, 'cause we are so free. And in this moment, life is like a dream. Live in the moment, 'cause we are so free. And in this moment, life is like a dream. So come a little closer, but don't hold your breath. Silence in the background, violence in your eyes now. Remember that time you gave your heart to me. Remember that time when life was like a dream. You know what I know. You know what I know. I need to hold you close to me. Life is our game that we play. I won't get away. We can find a safe place Within our company, within our company, within our company. So come closer to me, come a little closer. It's been too long now. I think that I want a second guess you, a second guess me, a second guess them. Don't second guess me. So come a little closer. It's been too long now. I think that I want a second guess you, a second guess me, a second guess them. Don't second guess me. Live in the moment, 'cause we are so free. And in this moment, life is like a dream. Live in the moment, 'cause we are so free. And in this moment, life is like a dream. So come a little closer, but don't hold your breath. Silence in the background, violence in your eyes now. Remember that time you gave your heart to me. Remember that time when life was like a dream. You know what I know. You know what I know. I need to hold you close to me.
been too long now.